ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഞാൻ ബിരിയാണി വെക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ വെള്ളം തിളച്ചു. ഇതിലേക്ക് ഇതാ അരി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ കണ്ട് വേകുമ്പോഴത്തേന് നമുക്ക് ഉള്ളി ഇതൊക്കെ മറ്റേ പാത്രത്തിലിട്ട് അടുപ്പത്ത് വെച്ചുകൊണ്ട് വാട്ടിയെടുക്കണം. നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി വരില്ല. നല്ലോണം നമുക്ക് വേവിക്കണം. താളിപ്പ് വെക്കാണ്ട് ഇതിൽ വെള്ളം ശേഷം നമുക്കിതിൽ ഇറച്ചിട്ട് കൊടുക്കാം. രസം കൂടെ നെയ്യ് വേണേ. കൂടെ നെയ്യ് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല നെയ്യാണ് കേട്ടോ. അതാ ചൂട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റി കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വെക്കുന്നത് ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടെ ആട്ടിയതാണ്. ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് കായലേര് കൂടി പോകും. നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇട്ടാൽ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ബിരിയാണി കൂട്ട് പൊടിച്ചിട്ടാണ്. ബിരിയാണിൻ്റെ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മതി. കൂടുതലായാൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അത് വറക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാ ഒരു 4 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ മാവി ഇതിലും കൂടെ നമുക്കിതൊന്ന് അടിച്ചിട്ട് മുളക് പറ്റി വെച്ചതാണ് ഞാൻ കോഴിയിൽ. അപ്പം അത് ഉപ്പുണ്ട്, അതിനെക്കൊണ്ട് ഇതിലധികം ഉപ്പിട്ടിട്ടില്ല. എടുത്ത് നമുക്ക് അരി ഒന്ന് ഇറക്കി കൊടുക്കണം. ചോറ് ഇപ്പോഴത്തെ അടുപ്പത്ത് വെച്ചാണ്. എന്താണ് വലിയ വെള്ളം ഇതിലൊന്ന് നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഇറച്ചി മുളകൊക്കെ തേച്ച് മസാലയും തേച്ച് വെച്ചതാണ്. ഇതിലിട്ടിട്ടത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഇറച്ചി ഒരു ഹാഫ് വേവ് വേവട്ടെ. അതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലോണം ഇറക്കി കൊടുക്കുക. മസാല എല്ലാത്തിലൊന്നാവട്ടെ. ഉപ്പ് പുളിയൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. ഒരിട്ട് സുർക്ക ഒഴിച്ച് കൊടുത്തിന് ഞാൻ. ഇത് മുളക് അരട്ടി വെക്കുമ്പോൾ കിടന്ന് വേവട്ടെ. മൂടി വെക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് മറ്റേ ഇതിൻ്റെ ഇല ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ മല്ലിച്ചപ്പ് പുതിനേൻ്റെ ഇല കേട്ടോ. പുതിനേൻ്റെ എന്താ കറുത്ത് വെച്ചാൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തേക്കണാണ്. ഇതെപ്പോഴും ചീഞ്ഞു പോവും. മല്ലിച്ചപ്പ് പിന്നെ ഒരു എന്തിലെ പാട്ട ഇട്ട് വെച്ചാൽ ഇതാ മല്ലിച്ചപ്പാണിത്. ഇതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നല്ലോണം ഒന്ന് വേവട്ടെ. ഇട്ടോ കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു ഇച്ചപ്പും പൊതിനൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇളക്കി കൊടുത്തു. ഇറച്ചി വീട് വെന്തിക്കുന്നു. ഇനി ഇത് വെന്താലും ഉടഞ്ഞു പോവും. നമുക്ക് വായൻ്റെ ഇല പച്ച ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തങ്ങ് കൊയഞ്ഞു പോവും.
അങ്ങനെ മൂടിയിട്ടാണ് കേട്ടോ. ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് വെച്ച് ഇറക്കിയിട്ട് ചോറ് ഇതിലിട്ട് കൊടുക്കാം. ഇതെണ്ണ വേണമെങ്കിൽ ഇലയിൽ കുടിക്കണ്ടായി. കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊക്കെ അതായത് നിറക്കിയിട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബിരിയാണി കൂട്ടു ഉള്ളി പൊരിച്ച് പൊടിച്ചത് കൂടെ ഇതിലാക്കി വെച്ചതാണ്. നല്ലോണം പൊടിച്ചതാണ് കേട്ടോ. ഇനി നമുക്കിത് ബാക്കി ചോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് നമ്മളിതാ കുറച്ച് നല്ലയും കൂടെ ഇതിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. കുറച്ചിട്ടിച്ചാൽ മതിയിട്ട് ചോയ്ക്ക് നെയ്യെല്ലാം ചുറ്റിട്ടാണ് ഉണ്ടാക്കിയത്. അത്ര മതി. വീടിന് കുറച്ച് ഒഴിച്ചെടുത്ത് ഇനി ബാക്കിയുള്ളതാ മസാലകളും കൂടെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുക. ഞാൻ പറയലുണ്ടല്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഇടലില്ല കേട്ടോ. ഇവിടെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കലേ ഉള്ളൂ. ഇവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പോകുമ്പോൾ ഉഷാറൊക്കെ ആക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടും. അല്ല ഞാൻ ഇടലില്ല. അങ്ങനെ ഇതൊന്നും കൂടെ കിടന്നിട്ട് നല്ലോണം വേവട്ടെ കേട്ടോ. ആവിക്ക് വേവട്ടെ മക്കളെ. ഇതാ നമ്മളെ ചോറ് ആവി വന്നു, ആവി പറക്കുന്നു. കണ്ടില്ല ആവി പറക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.